ഹായ് ഗായ്സ്, ഞാൻ വീട്ടിൽ യൂഷ്വലി സോപ്പ് തന്നെ ഉണ്ടാക്കാറാണ് പതിവ് കേട്ടോ. കുറേ നാളായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. കോക്കനട്ട് ഓയിൽ, സൈഡിലിരിക്കുന്ന കുപ്പി ഒരു സെൻറ്റാണ്, ഫ്രാഗ്രൻസ് ഓയിൽ, ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മുടെ നാട്ടിൽ കാസ്റ്റിക് സോഡ പറയില്ലേ, ഒലിവ് ഓയിൽ, ഇത് ബട്ടർ, 2 കൊക്കോ ബട്ടറും ഷിയ ബട്ടറും. ഞാൻ ഇതെല്ലാം കൂടെ മിക്സപ്പായിട്ടാണ് ഇപ്രാവശ്യം യൂസ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ള സോപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ കുറച്ച് ക്രീമി ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഞാൻ കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേപ്പിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു അബദ്ധമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ടൈപ്പ് രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഇതാണ് വെയിങ് സ്കെയിൽ. ഞാനിവിടെ കേമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. $10-15 കുറവായി, മാക്സിമം 20 കാണുമായിരിക്കും. നമ്മുടെ നാട്ടിൽ $1000 അത്രയും ആയ ഇത് വെയിങ് സ്കെയിലാണ്, കിച്ചൺ സ്കെയിൽ. അതിൻ്റെ പുറത്ത് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ ഗ്ലാസ് ബൗളും കൂടെ 0 ആക്കാം. അപ്പോൾ അതിനകത്ത് എന്തൊഴിച്ചാലും അപ്പം ആ സാധനത്തിൻ്റെ വെയിറ്റ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ. അപ്പോൾ ആദ്യം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിലാണ് എല്ലാത്തിൻ്റെയും. കാസ്റ്റേഴ്സ് സോപ്പൊക്കെ ഭയങ്കര ബേസ് ഒലിവ് ഓയിലാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ കോക്കനട്ട് ഓയിൽ പത വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഞാനപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്നത് കുറച്ച് കട്ടിയാണ്. വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, അത് ലിക്വിഡായിട്ടിരിക്കും, പക്ഷെ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് ഒഴിച്ചു. പിന്നെ കാസ്റ്റർ ഓയിലും ഒഴിച്ചു. എന്നിട്ട് ഹെമ്പ് ഓയിൽ, ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞുതരാമേ. ഇത് പിന്നെ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ. നമ്മുടെ നാട്ടിൽ കുർക്കുമിൻ്റെയൊക്കെ ബട്ടർ കിട്ടുന്നു. കൊക്കോ ബട്ടറൊക്കെ നമ്മുടെ നാട്ടിലും കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഇത് ഭയങ്കര പാടാണ്. കുറച്ച് ഹെമ്പ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഓയിലെല്ലാം കൂടെ ഈ മറ്റേ കാസ്റ്റിക് സോഡയല്ലേ, ലൈ, അതിനകത്ത് മിക്സ് ചെയ്യുമ്പം സോപ്പാവും. ഇളക്കി അങ്ങനെ. നമ്മുടെ നാട്ടിൽ ഇതിന് സോപ്പിൻ്റെ കിറ്റ് കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് കൊക്കോ ബട്ടർ അലിയാൻ ഭയങ്കര ടൈം എടുത്തു. അത് ഭയങ്കര കട്ടയായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അലിച്ചത്. ഇതാണ് സോപ്പ് കാൽക്കുലേറ്ററിൽ ഇട്ടിട്ട് അതിനകത്ത് കിട്ടിയതാണ്. അത് ഞാൻ ഒരു ദിവസം സോപ്പ് കാൽക്കുലേറ്റർ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാനിത് പിന്നെ അതിനകത്ത് കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഭയങ്കര ചൂടുണ്ടാവുന്ന സാധനമാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ പുറത്തോട്ട് ഇതിടാൻ പാടില്ല. അതെങ്ങനെ ഇറന്നിട്ടുണ്ട്. ആദ്യം നമ്മളിത് വെയ് ചെയ്യണം എത്രയുണ്ടെന്ന്. അതെല്ലാം സോപ്പ് കാൽക്കുലേറ്ററിൽ ഇടുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ നടുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാ സാധനവും ഞാനൊരു സോപ്പ് കാൽക്കുലേറ്ററിൻ്റെ ചാർട്ട് കാണിച്ചില്ലേ, അത് നോക്കിയിട്ട് വേണം ഇതെല്ലാം ഇടാൻ. ഇതാദ്യം വെള്ളവും നമ്മൾ ചെക്ക് ചെയ്യണം. വെള്ളം എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാസ്റ്റിക് സോഡ ഇട്ട് വെള്ളത്തിനകത്തോട്ട് വേണം കാസ്റ്റിക് സോഡ ഇടാൻ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് വന്നിട്ട് ഫ്യൂംസ് വരും. അപ്പം നമ്മളെപ്പോഴും ഗ്ലൗ ഇട്ടിട്ട് വേണം, ഗ്ലൗവും മാസ്കും ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇത് നമ്മുടെ ബ്ലെൻഡറാണ്. അത് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ബ്ലെൻഡറാണ്. ഇപ്രാവശ്യത്തെ സോപ്പ് ഭയങ്കര ക്രീമിയാണ്. ഞാനപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത് കട്ടിയാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ഇത് നമ്മൾ ഓയിലിനും എൻ്റെ ഒരു ഇതനുസരിച്ച് ഓയിലിനും ഈ കാസ്റ്റിക് സോഡയുടെ ലൈ സൊല്യൂഷനില്ലേ, അതിന് ഏകദേശം സെയിം ഇത് വേണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഇത് ലൈ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് പെട്ടെന്ന് കളർ മാറ്റം വരും. ഈ ഒലിവ് ഓയിലിൻ്റെയൊക്കെ കളറുണ്ടോ, അതാണ് നമ്മുടെ ഈ സോപ്പിന് വേറൊരു കളർ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലേയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർ കിട്ടും. മൈക്കയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഇടാം. പിന്നെ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇടാത്തത്. അങ്ങനെ. പിന്നെ ഇതിൻ്റെ ആ ലൈ ഒഴിച്ചപ്പോൾ തന്നെ അതിനകത്ത് കളറ് മാറും. അപ്പോൾ നമ്മൾ സോപ്പ് കൊണ്ട് സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് ഈ ബ്ലെൻഡർ കൊണ്ട് അടിച്ചടിച്ച് ആക്കണം. അപ്പോൾ അതിൻ്റെ കളറ് മാറി വരും. അത് മാറി വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് ട്രേസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ട്രേസ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മാവ് നമ്മൾ മുകളിൽ കട്ടിയല്ലേ, അതിപ്പോൾ കുറച്ചിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാലും കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മൾ ഞാൻ കാണിക്കുന്നത് കണ്ടോ, അതിനകത്ത് മുകളിൽ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ആ മുകളിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത് പൊങ്ങും. അങ്ങനെ പറയാം.
അത് നമുക്ക് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവും. അത് കട്ടിയാവാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. കണ്ടോ, നമ്മൾ ആ ഒഴിക്കുന്ന വര നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കോഫി പൗഡർ അത് എടുത്തിട്ട് ഞാൻ ഈ മോൾഡിലേക്ക് ഒഴിച്ചു. ഇത് ഞാൻ ടെമൂന്ന് വാങ്ങിയ മോൾഡാണ്. അതിനകത്ത് കോഫി പൗഡറും കൂടെ ഇട്ട്, കോഫിക്ക് ഒരു മണം വരട്ടേന്ന് വിചാരിച്ചിട്ടതാണ്, കോഫിയുടെ ഒരു മണം വരട്ടേന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അടിയിലത്തെ ഒരു ലെയറിൽ കോഫി പൗഡർ ഇട്ടു, ഇത് അല്ലാതെ ഒരു ലെയർ ചുമ്മാതെ ഒഴിച്ചു. എന്നിട്ട് ഇത് നമ്മൾ ഒരു ദിവസം സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനകത്ത് സോപ്പോണിഫിക്കേഷനോ ജെൽ ഫേസോ അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. പക്ഷെ നമ്മളത് വെക്കുക, ഒരു ദിവസം മാറ്റി വെക്കുക. കുറച്ച് കട്ടിയുള്ള സോപ്പാണെങ്കിൽ അത് നല്ല കട്ടിയായിട്ട് വരും. ഈ സോപ്പ് ഭയങ്കര ക്രീമി ആയിരുന്നു. ഇതിനകത്ത് കുറേ ഓയിൽസ് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ക്രീമി ആയിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ റെസിപ്പി ഒന്ന് നടുക്ക് വെച്ചൊന്ന് പോസ് ചെയ്ത് നോക്കണേ. ഇതാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തു. അത് അടുത്ത ദിവസം എടുത്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഭയങ്കര ഒരു ആ 2 കളർ വരുത്താനായിട്ട് താഴെ 2 കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സോപ്പ്.